effective prayer എങ്ങനെയാണ്? How is effective prayer? Pray in spirit. Amen. ബുദ്ധി കൊണ്ട് പ്രാർത്ഥിച്ചാൽ നിനക്ക് അങ്ങേയറ്റം 5 മിനിറ്റ്. If you pray it with your mind, you will only be able to pray maybe for 5 minutes. പ്രാർത്ഥിച്ചാൽ ഒന്നുകൂടെ പ്രാർത്ഥിച്ചാൽ 10 മിനിറ്റ്. Many times if you repeat the first prayer, it will become 10 minutes. 10 മിനിറ്റ് ആവുമ്പോൾ നിന്റെ പരിപാടി തീരും. By the end of those 10 minutes, that will be the end of your prayer. നിങ്ങൾ എൻ്റെ കൂടെ വരുന്നുണ്ടോ? Are you with me? അപ്പോൾ ബുദ്ധി കൊണ്ട് പ്രാർത്ഥിച്ചാൽ നീ എങ്ങും എത്തത്തില്ല. If you pray with your understanding, you will not reach anywhere. എങ്ങനെ പ്രാർത്ഥിക്കണം? How must you pray? Pray in spirit. Amen. മാളിക മുറിക്കകത്ത് ഹല്ലേലൂയ അപ്പോസ്തലന്മാർക്ക് 120 പേർക്ക് they have received a prayer language when Holy Spirit came upon them. In the upper room, the 120 disciples of God received the Spirit of God as they were gathered there. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? Do you understand this? കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തം പ്രാപിക്കുന്നവരെ വരെ യെരൂശലേം വിട്ടുപോകരുത്. The Lord told his disciples that until you have received the promise that I have promised you of God, do not depart from Jerusalem. നിങ്ങൾ ശക്തി ലഭിക്കുവോളം എവിടെ പാർക്കണം? Until you have received this power, where must you dwell? എന്തോ ലഭിക്കുമെന്നാ കർത്താവ് പറഞ്ഞത്? What did Jesus say they will receive? എന്തോ ഉറക്കെ പറ, എന്തോ ലഭിക്കുമെന്നാ പറഞ്ഞത്? What did Jesus say they will receive? ശക്തി, power. പക്ഷേ ശിഷ്യന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അവർക്ക് ശക്തിയാണോ ലഭിച്ചത്? They received a tongue. But when the Spirit of God came upon them, did they receive the power or what? They received tongues. In Acts chapter 2 verse 1 onwards. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് അപ്പോൾ എന്തിനു വേണ്ടി ഇവർ ഇരിക്കുന്നറിയാമോ? ഒന്നാമത്തെ 8-ാം വാക്യം. You will receive power when Holy Spirit comes upon you. ഓക്കേ, യേശു പറഞ്ഞത് ഇങ്ങനെയാണ്, you will receive power when Holy Spirit comes upon you. നീ ശക്തി ലഭിക്കും. പക്ഷേ മാളിക മുറിക്കകത്ത് 1-ാം വാക്യം വായിച്ചൊന്നൂടെ. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്ന് ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. Listen me carefully. അർത്ഥപദം അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ. അഗ്നി നോക്കേ, പവർ ലഭിക്കുമെന്നാ പറഞ്ഞത്. അവർക്ക് ലഭിച്ചത് എന്താ നോക്കിയേ? അഗ്നി ജ്വാലകൾ പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. Jesus had promised them that they will receive power, but if you look here, it says they came unto them cloven tongues like as of fire. അവരിൽ ഓരോരുത്തന്റെ മേൽ പതിഞ്ഞു. എന്തിനാ ഇരുന്നത്? What were they sitting in expectation for? എന്തിനെ? Why they for what they were waiting? എന്തിനു വേണ്ടി അവർ വെയിറ്റ് ചെയ്തത്? Power. To receive the power. Yes. എന്നെ അവർക്ക് കിട്ടിയത്? What did they receive? This is very important. എന്തു അവർക്ക് കിട്ടിയത്? What did they receive? They received a new tongue. Amen. അപ്പോൾ ഞാൻ നിങ്ങളോട് സ്തോത്രം, ഹല്ലേലൂയ, ഇവിടെ ഇരിക്കുന്ന ജോംസനോട് പറയുക, നാളെ രാവിലെ എൻ്റെ വീട് വരെ വരണം, ഞാൻ 5,000 പൗണ്ട് തരാം. So if I tell someone here that I come to my house tomorrow morning, I'll give you 5,000 pounds. ഞാൻ 5,000 പൗണ്ട് നാളെ രാവിലെ തരാം, എൻ്റെ വീട് വരെ വരാൻ ജോംസനോട് പറഞ്ഞാൽ ജോംസൺ രാവിലെ 7 മണിക്ക് എൻ്റെ വീട് വരും. If I tell you to come to my house for me to give you 5,000 pounds, you will come to my house early in the morning at 7. 5,000 പൗണ്ടിന്റെ 20 നോട്ട് വേണം. എത്ര നോട്ട് വേണം കാണുവച്ച? 250. അപ്പോൾ ജോംസൺ പ്രതീക്ഷിക്കുന്നത് ഞാൻ 250 20 പൗണ്ടിന്റെ 250 നോട്ട് കൊടുക്കും, നോട്ടിന്റെ ഒരു കെട്ട് കൊടുക്കുമെന്നായിരിക്കും ജോംസന്റെ പ്രതീക്ഷ. So you might be expecting that I hand over to you 250 notes of 20 pounds tomorrow morning. കാരണം ഞാൻ കൊടുക്കാന്നാ പറഞ്ഞത്. Because I promised you that. പക്ഷേ ജോംസൺ രാവിലെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ എൻ്റെ കാർഡ് എടുത്ത് കൈ കൊടുത്തു. But when you come to my house tomorrow morning, I hand you my card instead. അപ്പോൾ ചോദിച്ചതൊന്ന് കിട്ടിയത് വേറൊന്ന്. So what he asked for is one and what I gave him was another. പക്ഷേ ഈ കിട്ടിയതിനകത്ത് ഈ സാധനം ഉണ്ട്. But what I gave him actually carries what I promised നിന്റെ him. വിഷയത്തിന്റെ മറുപടി ഇതിന്റെ അകത്തുണ്ട്. The solution to your problem is within this. നീ വിഷയത്തിന്റെ മറുപടി ചോദിക്കുക. You are asking a solution to your problem. ആ മറുപടി നിന്റെ തന്നിട്ടുണ്ട്. That solution has been given to you already. പക്ഷേ അത് നിന്നെ മനസ്സിലാക്കാതെ എടുത്ത് പോക്കറ്റിൽ വെച്ചേക്കുക. But without you understanding this is still in your pocket. കാർഡ് പോക്കറ്റിൽ ഇരിക്കുക. The card is still with you. പൈസ അതിന്റെ അകത്തുണ്ട്. There is money within that card. ഇത് പോക്കറ്റിൽ വെച്ച നീ പിന്നെ പൈസ വെക്കുക. You are still keeping that in your pocket and you are still asking for money. ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലായോ? Do you understand this example? തരാമെന്ന് പറഞ്ഞത് പവർ ആണ്. He promised them power. കിട്ടിയത് ഭാഷയാണ്. They received tongues. ഭാഷയ്ക്കകത്ത് പവർ ഉണ്ട്. There is power within നിന്റെ those tongues. വിഷയത്തിന്റെ വിടുതൽ ആ പറയുന്ന
ഭാഷയ്ക്കകത്തുണ്ട്. The solution to your problems is within that language. നീ ഉപയോഗിക്കാത്തിടത്തോളം കാലം പരാജയത്തിലായിരിക്കും തുടരുന്നത്. For as long as you do not use this, you will continue in ഞാൻ failure. രാത്രി ദൂത് പറയാം, നീ ഏതു വലിയ വിഷയത്തെ നേരിട്ടാലും നീ ആത്മാവിൽ ദൈവത്തോട് സംസാരിക്കുന്ന വ്യക്തിയാണ്, നിന്റെ മുമ്പിൽ അതിന് നിൽക്കാൻ കഴിയുകയില്ല. അവൻ ഇന്ന് രാത്രി ഞാൻ പറയുമ്പോൾ നീ ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്, നിന്റെ മുമ്പിൽ നിൽക്കുന്ന വിഷയങ്ങൾ അത് യേശുവിൻ നാമത്തിൽ പറഞ്ഞു മാറട്ടെ. No matter the magnitude of your problems, if you are a man that prays in the spirit, you will be able to conquer those problems. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? Do you understand this? ചോദിച്ചത് എന്താണ്? തരാമെന്ന് പറഞ്ഞ എന്താണ്? What was it that he promised them? എന്താ തരാന്ന് പറഞ്ഞേ? Power. കിട്ടിയത് എന്തുവാ? What did they receive? അപ്പൊ ശിഷ്യന്മാർ ചോദിക്കുക, തരാമെന്ന് പറഞ്ഞത് പവറാണ്, ഞങ്ങൾക്ക് കിട്ടിയ വേറൊരു സാധനമാണ്, ഒരു പ്രയോജനമില്ലാത്തൊരു സാധനം. So the disciples are saying that you promised us fire and we received the tongues. അങ്ങനെയാണോ അവർ പറഞ്ഞത്? Is that what they said? അവിടെ വായിക്കുന്ന അന്യഭാഷ പറഞ്ഞു തുടങ്ങി. The Bible says they started to speak in tongues. അവിടെ മുതൽ വിടുതൽ കണ്ടു തുടങ്ങി. From thenceforth they started to see അവിടെ മുതൽ deliverances. ബ്രേക്ക് ത്രൂ കണ്ടു From തുടങ്ങി. that moment forward they started to see അവിടെ മുതൽ breakthroughs. അത്ഭുതങ്ങൾ കണ്ടു From തുടങ്ങി. that moment forward they started to see അവിടെ miracles. മുതൽ രോഗസൗഖ്യങ്ങൾ കണ്ടു They തുടങ്ങി. started to see the sick being healed. അവിടെ മുതൽ അവരെ ആർക്കും തടഞ്ഞു നിർത്താൻ കഴിയാത്ത From that അവസ്ഥയായി. moment forward nobody could stop them. അവിടെ മുതൽ they became limitless. Amen. Hallelujah. അവിടെ മുതൽ hallelujah they became unstoppable. Hallelujah. നിന്റെ കൈ കാര്യം തന്നിട്ടുണ്ട്, അത് നീ പോക്കറ്റിൽ വെച്ചോണ്ടിരിക്കരുത്, അത് നീ ഉപയോഗിക്കാൻ സീക്രട്ട് പ്ലേസിനകത്ത് കയറ്, പ്രാർത്ഥനാ മുറിക്കകത്ത് കയറ്. നിന്റെ വിഷയം ഓട്ടോമാറ്റിക്കലി വിഷയത്തിന് മറുപടി വെളിപ്പെട്ടു വരും.